സമാധാനം മുൻനിർത്തിയുള്ള ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിൽ ഇന്ന് രാത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കും. നാവിക ഉപരോധം ഉടൻ പിൻവലിക്കുമെന്നും ഹോർമുസ് കടലിടുക്ക് യാതൊരു ഫീസും ഏർപ്പെടുത്താതെ ഇറാൻ ഉടൻ തുറക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ധാരണാപത്രത്തിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ പ്രഖ്യാപിച്ച് കൃത്രിമ വിജയം പ്രദർശിപ്പിക്കാൻ ട്രംപ് തുനിയുന്നതായി ഇറാൻ ആരോപിച്ചു. ആണവ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ ഇന്ന് രാത്രി വൈറ്റ് ഹൌസിൽ നിർണായക യോഗം വിളിച്ചു ചേർത്തതായി ട്രംപ് അറിയിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, നമുക്കറിയാം ഈ ചർച്ചകളുടെ ഇറാൻ US ചർച്ചകളുടെ പ്രാരംഭഘട്ടം മുതൽ തന്നെ ഹോർമുസിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യാതൊരു ഫീസും ഏർപ്പെടുത്താതെ ഹോർമുസ് തുറന്നു കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണാപത്രത്തോട് ഇറാന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നിജമായി അല്പം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഹോർമുസിലെ ഇപ്പോഴുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏതാനും ആഴ്ചകളായി തുടരുന്ന നാവിക ഉപരോധം അമേരിക്ക പൂർണ്ണമായിട്ടും പിൻവലിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കപ്പൽപാത ഫീസൊന്നും കൂടാതെ തന്നെ കപ്പലുകൾക്ക് കടന്നു പോകാൻ സ്വതന്ത്രമായി തന്നെ തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറാകണം എന്നുകൂടി നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പാകിയിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇറാനായിരിക്കുമെന്ന് കൂടി ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇറാൻ ഏറെക്കുറെ ഉറപ്പ് നൽകി എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ഏറെക്കുറെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് അല്പം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് ഈ വ്യവസ്ഥയിൽ പറയാത്ത പല കാര്യങ്ങളുമാണ് ട്രംപ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കരാർ ഒരു പൂർണ്ണതയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. കാരണം ഈ രാത്രിയിലും ആശയവിനിമയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്തിമമായിട്ടുള്ള ഒരു കരാറിൽ എത്തി എന്ന് ട്രംപ് പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെയാണ് ഇല്ലാത്ത വ്യവസ്ഥകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമാണ് മുമ്പ് പല ഘട്ടങ്ങളിലും എന്നതുപോലെ ട്രംപ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആണവ സാമഗ്രികൾ ഇറാൻ നശിപ്പിക്കുമെന്നതാണ്. കാരണം ആണവ വിഷയം എന്നത് ഈ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല. അത് ഈ 2 മാസം നീണ്ടു നിൽക്കുന്ന ഇടക്കാല വെടിനിർത്തലിന്റെ ഒരു ഘട്ടത്തിൽ മാത്രം ചർച്ച ചെയ്യുക എന്നതാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ധാരണ. അതോടൊപ്പം തന്നെ വ്യവസ്ഥയുടെ ഭാഗമായി പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ട്രംപ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ തടഞ്ഞുവെച്ച സ്വത്തുക്കൾ $12 ബില്യൺ വരുന്ന ആ സ്വത്തുക്കൾ ഉടൻ തന്നെ കൈമാറും എന്നത് രണ്ടു കൂട്ടർക്കുമിടയിൽ ഏറെക്കുറെ ധാരണ രൂപപ്പെട്ട ഒരു കാര്യമാണ്. അതേക്കുറിച്ച് ട്രംപ് മൗനം പാലിക്കുകയാണ്. മറ്റൊന്നുള്ളത് ലെബനാനിൽ തുടരുന്ന ഈ ആക്രമണ പരമ്പരകൾ അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. അതായത് ലെബനാനിലെ യുദ്ധവിരാമം എന്നത് ഇറാൻ അമേരിക്ക കരാറിന്റെ അടിസ്ഥാന ഭാഗമാണ് എന്നുകൂടി ഈ കരാർ വ്യവസ്ഥകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഏറെക്കുറെ ധാരണ രൂപപ്പെട്ടതാണ്. പക്ഷെ അത് സംബന്ധിച്ചും ട്രംപ് മൗനം പാലിക്കുകയാണ്. ഈ സ്വഭാവത്തിൽ ട്രംപ് ഇത് പറയുന്നത് ഒരു വ്യാജ വിജയം ഉദ്ഘോഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയുടെ ഒരു ഭാഗമായിട്ടാണ് എന്നാണ് തങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഈ കാര്യങ്ങൾ ആ യോഗത്തിലൊക്കെ എന്ത് തന്നെ തീരുമാനമെടുത്താലും പിന്നീടുള്ള ട്രംപിന്റെ നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണോ യോഗത്തിലെ തീരുമാനം അതിന് വിപരീതമായിട്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് എടുക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായക യോഗത്തിൽ നമ്മൾ എന്ത് പ്രതീക്ഷയാണ് വെക്കേണ്ടത്? തീർച്ചയായിട്ടും ലോകം തന്നെ ഇത് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. പല ഘട്ടങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രതികരണമായിരിക്കും മറ്റൊരു രൂപത്തിൽ ട്രംപിലൂടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കില്ല ട്രംപ് പറയുന്നത്. പക്ഷേ വിപണിയുടെ താല്പര്യങ്ങൾ, തൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിരന്തരമായിട്ട് നിലപാടുകൾ മാറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലക്ക് ട്രംപിനെ ഏതർത്ഥത്തിൽ വിശ്വസിക്കാൻ സാധിക്കും എന്നത് അത് ഇറാൻ മാത്രമല്ല ഈ വിശ്വാസ്യത നഷ്ടമുണ്ടത് ലോകത്തിന് ഒന്നാകെ തന്നെ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതാണോ നടക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ളതാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന കൃത്യമായിട്ടുള്ളൊരു അനിശ്ചിതത്വം ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇന്ന് രാത്രി നിർണായകമായിട്ടുള്ളൊരു യോഗമാണ് വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഈ പത്രവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീർപ്പിൽ താൻ എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ എന്തായിരിക്കും ആ അന്തിമ തീർപ്പ്? അത് നേരത്തെ ഇപ്പോൾ 2 കൂട്ടർക്കുമിടയിൽ ആഴ്ചകൾ നീണ്ടുവന്ന
ചർച്ചയിലൂടെ വന്ന വ്യവസ്ഥകളുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒപ്പുവെക്കലായിരിക്കുമോ നടക്കുക എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഇന്ന് രാത്രി ചേരുന്ന യോഗാനന്തരം മാത്രമേ ഒരു കൃത്യതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഇന്ന് വൈകിട്ട് ചർച്ച നടന്നത്. ഏതായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആശയവിനിമയം തുടരുന്നതായിട്ട് എല്ലാ മധ്യസ്ഥ രാജ്യങ്ങളും ഈ രാത്രിയിലും വ്യക്തമാക്കുന്നുണ്ട്. ഇനിയുള്ളത് ഈ ധാരണാപത്രം ഒപ്പുവെക്കുകയാണെങ്കിൽ ലഭ്യമാവുന്ന വിവരപ്രകാരം 2 മാസത്തേക്കായിരിക്കും നിലവിലുള്ള വെടിനിർത്തൽ കരാർ ദീർഘിപ്പിക്കുക. അതിനിടയിൽ ഹോർമുസിനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുന്നു. അവിടെ കെട്ടിക്കിടക്കുന്ന 2000-ലധികം വരുന്ന കപ്പലുകൾക്ക് ഫീസൊന്നും കൂടാതെ തന്നെ ഹോർമുസ് കടക്കാനുള്ള സൗകര്യം ഒരുങ്ങും എന്നതാണ് ഈ വ്യവസ്ഥ. ഇപ്പോൾ നമ്മൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് തന്നെ എത്ര കണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുമെന്നെ സംബന്ധിച്ച ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഹോർമുസിനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കുന്ന ഒരു അവസ്ഥ രൂപപ്പെടും. ഈ 2 മാസ കാലയളവിലായിരിക്കും ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ചർച്ച നടക്കും. എന്തായാലും ആണവ സാമഗ്രികൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാനോ ഒരു നീക്കവുമില്ല എന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമുസിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് വകവെച്ചു കൊടുക്കാനോ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങാനോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടിയാണ് അല്പം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രതികരണത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കാരണം ഹോർമുസിന്റെ നിയന്ത്രണം എന്നത് അതിന്റെ ഭാവി നടത്തിപ്പ് എന്നത് ഇറാനും ഒമാനും മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമായിരിക്കും. അവിടെ പശ്ചിമേഷ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അതിൽ യാതൊരു ഇടപാടുമില്ല എന്ന് കൂടി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കലിന്റെ സ്വരത്തിൽ തങ്ങളെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കാമെന്ന് ഒരു പടിഞ്ഞാറൻ രാജ്യവും അമേരിക്ക ഉൾപ്പെടെ ഒരു പടിഞ്ഞാറൻ രാജ്യവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വാക്കുകളെ തങ്ങൾ ഒട്ടും വിശ്വാസത്തിൽ എടുക്കുന്നില്ല, നേരെ മറിച്ച് ആക്ഷനാണ് പ്രധാനം, അത്തരം പ്രവർത്തനങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടായിരിക്കും തങ്ങളുടെ തുടർ നീക്കങ്ങൾ എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തെ നേരിടാൻ രാജ്യം സർവ്വ നിലക്കും സജ്ജമാണ് എന്നുകൂടി മുഹമ്മദ് ബാഖർ കാലിബാഫും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന ആ നിർണായകമായിട്ടുള്ള യോഗത്തോടു കൂടി മാത്രമായിരിക്കും ഈ ഇടക്കാല ധാരണാപത്രം നിലവിൽ വരുമോ, അതോടുകൂടി ഹോർമസ് തുറക്കപ്പെടുമോ, അവിടെ നാവിക ഉപരോധം പൂർണ്ണമായിട്ടും അമേരിക്ക പിൻവലിക്കുമോ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ നിന്ന് മാറുമോ എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാവുക ഈ ഒരു നിർണായക യോഗത്തോടു കൂടി മാത്രമായിരിക്കും. നജ്മ.